രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങില് കോൺഗ്രസ് പ്രതിനിധി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിച്ചു. പങ്കെടുക്കുന്നില്ല എന്നാണ്. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു വിഷയം കൂടി പറയട്ടെ. BJP ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്. ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.